ക്രിക്കറ്റ് പോലെ തന്നെ ഒരുങ്ങുകയാണ് കേരളവും. KCL രണ്ടാം സീസണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്നു. സഞ്ജു സാംസൺ അടക്കം കളിക്കുന്ന 6 ടീമുകൾ അണിനിരക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് അടുത്ത മാസം 22-ന് തുടങ്ങും. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകർന്ന KCLന്റെ ഒന്നാം പതിപ്പിന് ശേഷം രണ്ടാം സീസണിലെ ആവേശ മത്സരങ്ങൾക്കാണ് കാണികൾ കാത്തിരിക്കുന്നത്. പ്രഗത്ഭരായ കായിക താരങ്ങൾ ഉൾപ്പെടുന്ന 6 ടീമുകളായിരിക്കും സീസണിൽ മാറ്റൊരുക്കുക. രണ്ടാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ആരംഭിച്ച ക്രിക്കറ്റ് ലീഗ് അത് കേരളത്തിലെ ക്രിക്കറ്റ് മേഖലയ്ക്ക്, ഈ കായിക മേഖലയ്ക്ക് വലിയ ആവേശം സമ്മാനിച്ചു എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെ സഹായിക്കുന്നത് കായിക വകുപ്പ് കായിക താരങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സഞ്ജുവിനെ പോലുള്ള, PR ശ്രീജേഷിനെ പോലുള്ള, IM വിജയനെ പോലുള്ള താരങ്ങളെ സൃഷ്ടിക്കാനാണ് കായിക വകുപ്പ് ശ്രമിക്കുന്നത്. ഇത്തവണ താരലേലത്തിൽ വമ്പൻ മൂല്യത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയ സഞ്ജു സാംസണിന്റെ മിന്നും പ്രകടനമാണ് കാണികൾ ഉറ്റുനോക്കുന്നത്. 26 ലക്ഷത്തിലധികം മുടക്കിയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജുവിനെ ടീമിലെത്തിച്ചത്. KCL ആദ്യ സീസണിലെ കപ്പ് കൊല്ലം സെയിലേഴ്സാണ് സ്വന്തമാക്കിയത്. ഇത്തവണയും ശുഭപ്രതീക്ഷയോടെയാണ് ടീമുകൾ കളത്തിലിറങ്ങുക. KCL തന്റെ കരിയറിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ സമ്മാനിക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത സഞ്ജു സാംസൺ പറഞ്ഞു. I honestly believe not only me, the ഇന്ത്യൻ ടീം ഡ്രസ്സിംഗ് റൂമിലുള്ള ഒരു നോർമൽ ടോക്സ് എന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റേഴ്സിൻ്റെ ടാലൻറ്റ് ഒരു രക്ഷയില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമ്മുടെ ഭയങ്കര ഒരു വിചാരിക്കാത്ത അപ്പുറത്തുള്ള ലെവലിലുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റേഴ്സിനുണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് KCA സെറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ KCL എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ KCL എൻ്റെ ഒരു ഫീൽഡ് in next 5 years it should be one of the best leagues in the domestic circuit is what I feel. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ഇത്തവണ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പുമായി ചേർന്ന് ക്രിക്കറ്റ് ടൂറിസം എന്ന പദ്ധതിക്കും ആരംഭം കുറിക്കുന്നുണ്ട്. ഇത്തവണ കപ്പ് ആർക്കെന്നാണ് കാണികൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.